കയറായിട്ട് മരത്തിനുള്ള കയറി ഞങ്ങള് കയറായിട്ട് മരത്തിൻ്റെ ഉള്ളിൽ കയറുന്ന ചാവാനല്ലാതെ പിന്നെ എന്തിനാണ്ടോ ജീവിതം മടുത്തോടോ. അതെന്താ പ്രേമ നേരാച്ചിയോ ഈ പ്രായത്തിലോ എന്താ എനിക്ക് മനസ്സിലാവില്ല മോനെ സുമാര. നിങ്ങളൊന്ന് താഴോട്ട് ഇറങ്ങി, നിങ്ങളിങ്ങോട്ട് ഇറങ്ങി. നിങ്ങള് ഇറങ്ങിയാ ശരിയാവില്ല സുമാര. ഇനി എന്താ പ്രശ്നം? ഈ വക്കഫ് ഇത് കേട്ടിട്ടുണ്ടോ സുമാര? സുമാര, എന്റെ അടിയാധാരത്തില് മുത്തച്ഛന്റെ പേരെന്താ? നിങ്ങളെ കുടുംബത്തിൽ അടിയാധാരത്തിന്റെ ചാത്തുണ്ടല്ലോ കാരണൂര്. ആ എന്നാലേ ഇപ്പൊ അത് പാത്തുവായിണ്ട്. അതല്ല മാഷ, അതെങ്ങനെയായി സുമാര? അതൊരു അസംബന്ധ സുമാര. എന്റെ കുടുംബത്തിൽ തുമ്പില്ലാത്ത ആരുണ്ടോ സുമാര? ഉണ്ടോ? ഈ പറ, തട്ടിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്നാലേ സുമാര, എന്റെ കുടുംബത്തിൽ ഇപ്പൊ ഒരു പാത്തുമുണ്ട്. അതെങ്ങനെയായി? അതേത് പാത്തും അതൊക്കെ അറിഞ്ഞോളൂ സുമാര. അത് എഴുത്തുകാരൻ എഴുതിയ സമയത്ത് ഈ ചായന്റെ നാക്കിന്റെ നീളത്തിരി കുറഞ്ഞു പോയി സുമാര. അത് അവസാനം പാത്തുമായി. ഇപ്പൊ നോക്കുമ്പോ പാത്തു എന്നാണ് ഓര് പറയുന്നത്. അത് ശരി. പാത്തുവിന്റെ ഭൂമി പാത്തു പള്ളിക്ക് കൊടുത്തെന്ന് പറയുന്നത്. ആരാ പറഞ്ഞത് നിങ്ങളോട്? അവരിപ്പോ ആരെങ്കിലും ഒരാൾ പറഞ്ഞാ പോരെ സുമാര? അപ്പൊ തെരുവിൽ കൂടെ നടക്കുന്ന നായി പറഞ്ഞാ പോരെ? അപ്പൊ ഒന്നാ ഓരതാൻ പോലെ ഭൂമി വക്കഫിന്റെ. ഇപ്പൊ ചാത്തുവിന്റെ ഭൂമിയൊക്കെ പാടാ പാത്തുവിന്റെ ആയി. പാത്തുവിന്റെ ഭൂമി പള്ളിക്കുമായി. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം സുമാര. ചാച്ചാ നെഹ്റുന്ന് തുടങ്ങിയിട്ട് മൻമോഹൻ സിംഗ് വരെ കൂട്ടി ഇരുന്നിട്ട് ഉണ്ടാക്കി കൊടുത്ത നിയമം പോലെ ഓർക്ക് മാത്രം നിയമം. ഞങ്ങൾക്ക് അതിന് കോടതി പോയിക്കൂടെ? സുമാര, എനിക്കറിയാഞ്ഞിട്ടാ. ഓരോ കോടതി എന്ന് പറഞ്ഞാല് വക്കഫിന്റെ കോടതിയാ. അത് ഓര് തന്നെയാണ്. നമ്മളെ കോടതി ഒന്നല്ലത്. അത് നമ്മൾ തെളിയിക്കണം പോലെ. നമ്മളെ ഭൂമിയാന്ന് നമ്മൾ തെളിയിക്കണം. ഓരോ കോടതിയിൽ പോയിട്ട് ഒരു സമ്മതിക്കുക. എനിക്ക് തോന്നുന്നുണ്ട് സുമാര? കുഴങ്ങല്ലോ. കൊങ്ങ മാത്രല്ല സുമാര, ഇത് ചക്ക കൊയ്യണമാതിരി കൊയ്യൂ. അതാ അവസ്ഥ. ഞാൻ എന്തായാലും ചാവാൻ പോവാ സുമാര. ഈ വയ്യിലത്തെ പാവില്ലേ, ആ വലിയ പ്ലാവ്, അത് വെട്ടിയിട്ട് എന്നാ ചുട്ടാള് ബാക്കിയുള്ളത് ആ കൊടുക്കും. ഒരു തിന്നട്ടെ. ഇതിലിപ്പോ നിങ്ങൾ ചാവല്ലാണ്ട് വേറൊരു വഴി ഞാൻ കാണുന്നില്ല കേട്ടോ. ഒരു തിന്നട്ടെ, നക്കി തിന്നട്ടെ. അല്ല പിന്നെ